നീ എന്നാത്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഞാനിപ്പം വന്നില്ലായിരുന്നെങ്കിൽ കുമ്പനാടൻ ലാസർ പടക്കം പൊട്ടിച്ച് പെരുന്നാൾ ആഘോഷിക്കുമ്പോ അപ്പച്ചൻ വീട്ടിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങേണ്ടി വന്നേനെ. അതീപ്പോ ഒരു നാണക്കേട് വരാനുണ്ടോ? നീ എന്നോടൊപ്പം പോന്നോ മാലി? ಹೌದು ಹೌದು ಗೊತ್ತಾಯ್ತು. ಮಹಾಭಾರತದಲ್ಲಿ ಭಗವಾನ್ ಶ್ರೀಕೃಷ್ಣ ಹೇಳಿದ್ದದು ಯಥಾ ಯಥಾ ಹಿ ಧರ್ಮಸ್ಯ ಗ್ಲಾನಿರ್ಭವತಿ ಭಾರತ ಅಭ್ಯುತ್ಥಾನ ಅಧರ್ಮಸ್ಯ ತದಾತ್ಮಾನಂ ಸೃಜಾಮ್ಯಹಂ. ನಾ ಹೇಳಿದ್ದದು ಹೊದ್ದಾಯ್ತು. ഇവൻ എന്നതൊക്കെയായി പറയുന്നേ? അത് കന്നഡയാണ് എന്റെ അപ്പച്ച. ഇവൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം കന്നഡ അല്ലാതെ വേറൊന്നും വായെടുത്ത് വലത്ത് വെച്ചാ പറയും. ഞാൻ പറഞ്ഞത് ഈ ഏഴുപുന്നക്കരയിൽ എന്ത് അനീതി നടന്നാലും അവിടെ സന്നിധാനം പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഇന്നലെ മെർക്കാർ എസ്റ്റേറ്റ് വെച്ച് എനിക്ക് പെട്ടെന്ന് ഒരു ഉസിരേതൾ തോന്നി. അതായത് നാട്ടിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പൊ ഞാൻ സന്നിച്ചായനോട് പറഞ്ഞു നമുക്ക് ഉടനെ പോണോന്ന്. അപ്പൊ നീ ആ സർവ്വ കുഴപ്പമുണ്ടാക്കിയ? അതെ. അപ്പൊ നിനക്കിട്ടാ രണ്ടുപേരേണ്ടേ? ഇറങ്ങാം. ನೀವು ಹೋಗಿ ನಾ ಬರ್ತೀನಿ. നീ ഇനി ഇവിടെ നിന്ന് പോകുന്നവരെ കന്നഡ മിണ്ടി പോകുന്നത് മനസ്സിലായോ? ಹೌದು ಹೌದು. സണ്ണിച്ചായോ എന്നാടാ? എന്നാ പറ്റി? എന്നാ പറ്റാനാ? പെരുന്നാള് നമ്മൾ തന്നെ നടത്തുന്നതാവേ. അല്ലെങ്കിൽ കാണായിരുന്നു അവന്മാരെ പീസ് പീസ് ആക്കണത്. എവിടെ ആയിരുന്നു ഇത്ര നേരം? പോയാ പമ്പിലെ കാര്യം നോക്കടാ. പോടാ. വടക്കടി പെണ്ണേ, ഇവിടെ ഓരോരുത്തർക്ക് ആദ്യം പിടിച്ചിരിക്കുമ്പോഴാ അവിടെ ഒരു പെരി വർത്താനം. എന്റെ സണ്ണിച്ച നീ പള്ളിയിലോട്ട് പോയപ്പോ മുതൽ തീർന്നു നിൽക്കുന്ന എന്റെ അമ്മച്ചി. കൊള്ളാന്നോ അമ്മച്ചി? എന്റെ പൊന്നമ്മച്ചി ഈ സണ്ണിച്ചനല്ലേ കാണായിരുന്നു. അപ്പച്ചന്റെ സ്ഥാനത്ത് ആ കുമ്പനാടൻ ലാസർ പ്രസേന്തിയായിട്ട് തലയിലും കെട്ടി നടക്കുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ പള്ളി കുട്ടിയും കോലും കളിക്കാനല്ലേ പോയത്. നിങ്ങള് കുറെ നടത്തിയനെ ഒന്ന് ചുമ്മാ എന്റെ ചിറ്റപ്പ. പള്ളിയിലവന്മാരുടെ ഗുണ്ടായിസമായിരുന്നില്ലേ? ഗുണ്ടായിസം. എന്നാലും കർത്താവിന് നടക്കാത്ത കാര്യമല്ലേ ആ ലാസർ ചെയ്തത്? കർത്താവ് എപ്പോഴും നമ്മൾ സത്യക്രിസ്ത്യാനികളുടെ കൂടെ അല്ലേ നിക്കത്തുള്ള അമ്മച്ചി. നീ എന്നു മുതലാടാ മമ്മാലി ക്രിസ്ത്യാനിയായത്? കാര്യം ഞാനൊരു ഇസ്ലാം ആണെങ്കിലും സപ്പോർട്ട് ഏത് ഭാഗത്ത് നിന്ന് കിട്ടിയാലും സ്വീകരിക്കും. ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും എല്ലായിടത്തും ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യും. ഊണെടുത്ത് വെച്ചിട്ട് എത്ര നേരമായി, ഒന്നിനെ കാണുന്നില്ലല്ലോ. മറക്കാരെന്ന് സണ്ണിച്ച തൊടുന്ന സ്കോച്ച് തീർന്നാലല്ലേ എല്ലാരും ഇനി അവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ. എന്നതാടാ നീ കാണിക്കുന്നേ? അവക്ക് വേദനിക്കത്തില്ലേ? വേദനിക്കട്ടെ അമ്മച്ചി. ഇവളുണ്ടല്ലോ ഇന്റർനാഷണൽ വിളഞ്ഞ വിത്ത. ഇവള് എന്നാ ചെയ്യണമെന്നറിയോ? നീ എന്നാ പോയില്ല മോളെ ഒപ്പിച്ചത്? ഞാൻ പറഞ്ഞുതരാം മരി അമ്മച്ചി. നീ പറഞ്ഞ നീ പറഞ്ഞ വാദി പ്രതിയാവും. ഞാൻ പറഞ്ഞുതരാം അമ്മച്ചി. കാര്യം എന്നാന്ന് വെച്ചാ പറയടാ. അമ്മച്ചി, ഞാൻ ഇവിടെ മുറി കയറി ചെന്നപ്പോ അവിടെ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഏതാടി ഈ പെണ്ണെന്ന്. ഇവൾ ഉടനെ എടുത്ത് വാക്കി പറയുവാ സണ്ണിച്ചാൻ വേണേ കെട്ടിക്കോളാൻ. ഇതാണോ കാര്യം? നല്ല കുട്ടിയാണെന്ന് വരെ നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അയ്യേ, ആ കൊരങ്ങനെയോ? എനിക്കെങ്ങും വേണ്ട. അയ്യോ വെലുമച്ചി കൊരങ്ങൊന്നുമല്ല, നല്ല കുട്ടിയാ. ധാരാളം സ്വത്തും എസ്റ്റേറ്റും ഒക്കെ ഉള്ള പാലായില് മാത്തു കുട്ടിച്ചാനില്ലേ, അച്ചായന്റെ ഏക മോളാ പ്രിൻസി. പൂത്ത പണ വെലുമച്ചി. പൂത്ത പണം കെട്ടിപ്പിടിച്ച് നീ അവിടെ ഇരുന്നാ മതി. അമ്മച്ചി അവിടെ മോഹം കെട്ടിട്ടുണ്ടോ? കാടം പൂച്ചയുടെ കൂട്ടിരിക്കും. കണ്ടുപിടിച്ചോണ്ട് വന്നൊരു സാധനം. ഏത് പെണ്ണിനെ കണ്ടാലും നീ എന്തെങ്കിലും കുറ്റം പറയാതിരിക്കുവോ? കറക്റ്റ്. അപ്പോ ഞാനൊരു ഒറ്റാന്തരിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു അമ്മച്ചിമാർക്കും കണ്ടുകൂടല്ലേ? കഷ്ടമുണ്ട് കേട്ടോ. നല്ല ശരീരമേ ഉള്ള ശരീരം. അതൊക്കെ പോട്ടെ. പള്ളി പെരുന്നാളിന്റെ പരിപാടികൾ നമുക്ക് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. കൊച്ചിൻ ഓർക്കസ്ട്രയുടെ ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനിയൊരു നാടകം കൂടെ വേണം. നാടകം നമുക്ക് തന്നെ നടത്തിയാൽ എന്താ? അതിന് അഭിനയിക്കാൻ ആള് വേണ്ടേ? നീയൊക്കെ തന്നെ അഭിനയിച്ചാ മതിയടാവേ. സംഗതിയുള്ള പക്ഷെ ആര് ഹീറോ ആവും? അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. മെർക്കാറയിലെ നാടക സമിതികളിലൊക്കെ ഇപ്പൊ ഞാൻ ആ സ്ഥിര ഹീറോ. അവിടെ ഞാനിപ്പോ ഭരത് മമ്മാലിയ. അതെ, നീ ആ ഉർവശി സീതമ്മനെയും കുട്ടി വെറുതെ പറയാ, വെറും ഫ്രണ്ട്ഷിപ്പ്. അല്ല, ഹീറോ ആയിട്ട് സണ്ണിച്ചാൻ തന്നെ അഭിനയിച്ചാ പോരെ? സണ്ണിച്ചാൻ ഏഴുപുനയിലെ മെഗാ സ്റ്റാർ അല്ലേ? അതെ അതെ, സണ്ണിച്ചാൻ ഹീറോ ആയാൽ നാടകം ശരി കേക്കും. ഏയ് അത് വേണ്ട, നാടകത്തിന്റെ ടച്ചൊക്കെ പോയില്ലേടാ. അതൊക്കെ രണ്ട് റിഹേഴ്സൽ കഴിയുമ്പോ ശരിയായിക്കൊള്ളിച്ചായ. എന്നാലും ഇനി അതൊന്നും ശരിയാകുകയല്ലടാ. ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചു. അതെ, ഇനി നല്ലൊരു നാടകം തപ്പിയെടുക്കണം. നമ്മുടെ വാപ്പ എഴുതിയ ഒരു നാടകമുണ്ട്, കർബല യുദ്ധം അഥവാ ജന്നത്തുൽ ഫിർദൗസ്. അയ്യേ, അങ്ങനെ യുദ്ധമൊന്നും വേണ്ട, അതൊക്കെ വലിയ പാടാ സ്റ്റേജ് ചെയ്യാൻ. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ തന്നെ കഥ എടുത്തുകൂടാ? ഏഴുപുന്ന തരകൻ ബ്രദേഴ്സ്. അത് ശരിയാവോ? ശരിയാകാതെ എവിടെ പോനാ? നമ്മുടെ പള്ളിയിലെ പെരുന്നാളിൽ നമ്മൾ കാശ് മുടക്കി നമ്മൾ നടത്തുന്ന നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്നു. അതിന് നമ്മുടെ കഥ, അതിനെന്താ കുഴപ്പം? എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് റിഹേഴ്സൽ തുടങ്ങുന്നു. നീ ഏതോളം അഭിനയിക്കുന്നത്? ഞാന് ഏഴുപുന്ന സണ്ണി തരകൻ. അപ്പച്ചൻ ഓർമ്മയില്ലേ? 22 വർഷങ്ങൾക്ക് മുമ്പ് പാലിയങ്കര തമ്പുരാക്കന്മാര് നമ്മുടെ അതിരിൽ നിന്ന് 40 അടി വണ്ണമുള്ള ആഞ്ഞിലി വേലി കെട്ടി എടുത്തത്. എന്നിട്ട് എന്തുണ്ടായി? പൊക്കാളിപ്പാടത്തെ പിള്ളേരെയും കൂട്ടി രാഖി രാമാനം ആഞ്ഞിലിത്തടി വെട്ടിയെടുത്ത് നമ്മൾ ആറ്റിൽ ഒഴുക്കിയില്ലേ? വിവരമറിഞ്ഞ് പിറ്റേ ദിവസം അധികാരിയും കൂട്ടി ചോദിക്കാൻ വന്ന വലിയ തമ്പുരാൻ ഊമെ പോലെ തിരിച്ചു പോയില്ലേ? ഊമെ പോലെ തിരിച്ചു പോയില്ലേ? അവര് വന്ന് നോക്കിയപ്പോ ആട് കിടന്നിടത്ത് പൂടയില്ല എന്ന് പറഞ്ഞതുപോലെ ആഞ്ഞിലിയുമില്ല, ആഞ്ഞിലിയുടെ ഒരു പൂടയുമില്ല. അപ്പച്ചൻ ഓർക്കുന്നു മോനെ, ഓർക്കുന്നു. അന്നെന്റെ മോന് 9 വയസ്സാണ് പ്രായം. അന്നും
ഒരു 30 വയസ്സുകാരന്റെ ബുദ്ധിയും വിവേകവും നിനക്കുണ്ടായിരുന്നു. ദേ മിമിക്രി കാണിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പച്ചൻ വന്ന് കണ്ട നാടകവും റിഹേഴ്സലും ഒക്കെ ഇതോടെ തീരും. അതുകൊണ്ട് അപ്പച്ചനെ തൊട്ട് കളിക്കണ്ട. അപ്പച്ചൻ വന്ന് കണ്ടുകൊണ്ട് എന്റെ അഭിനയത്തിന്റെ മാറ്റം ഒന്നും കുറയാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തത്? 30 വയസ്സുകാരന്റെ വിവരം ബുദ്ധി. 30 വയസ്സുകാരന്റെ വിവരം ബുദ്ധി. ഇങ്ങോട്ട് നോക്കടാ. സോറി. തരകന്മാരുടെ കുടുംബത്തിൽ വെച്ച് ഗീവർഗീസ് പുണ്യാളന്റെ ധൈര്യവും തന്റേടവും കിട്ടിയത് നിനക്ക് മാത്രമാണ്ടാ മോനെ, നിനക്ക് മാത്രം. അവന്റെ ധൈര്യവും തന്റെ ഇടവും കൊള്ളാടാ. കളിച്ച് കളിച്ച് തന്തയുടെ തലയിൽ തന്നെ ചെലവഴിക്കണം അല്ലേടാ. അവന്റെ ഒരു കുഴല് പ്രദക്ഷിണത്തിന് ആന ഇളക്കി വിട്ട് എന്റെ അപ്പച്ചനെ കൊല്ലാൻ നോക്കില്ല നിന്നെ ഞാൻ. സണ്ണിച്ചൻ എന്തായി പറയണത്? അബദ്ധത്തിനെ കൂടെ ഞാൻ ആന ഇളക്കി വിട്ടെന്നാ? സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ലേ. മിണ്ടരുത്, എല്ലാം ഒപ്പിച്ചിട്ട് കൈ കഴുകും. ഞാനൊന്ന് പറയട്ടെ. കാര്യം നമ്മൾ തമ്മിൽ ഉടക്കാം എന്ന് വെച്ച് അന്തരാജി ഒന്നും ഞാൻ കാണിക്കത്തില്ല. അയ്യടാ ഒരു പുണ്യവാളൻ. ഞാൻ എന്റെ അപ്പച്ചനെ കൊല്ലാൻ വെച്ച കണിക്ക് 4-5 പാവപ്പെട്ടവരുടെ ജീവനാ പോയത്. ആനത്തോടെ നേരിട്ട് വാടോ, നമുക്ക് ഒറ്റക്കൊറ്റക്ക് നോക്കാം. സണ്ണി, ഞാൻ പറയുന്നൊന്ന് കേക്കെ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. സത്യമായിട്ട് ആന ഇളക്കി വിട്ടത് ഞാനല്ല, അർത്തങ്ക പുണ്യാളച്ചനാണ് സത്യം. അർത്തങ്ക പുണ്യാളനെ പിടിച്ച് താൻ സത്യമൊന്നും ചെയ്യണ്ട. താനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ഞാൻ അറിഞ്ഞ ഇനി ഞാൻ വരും, അന്ന് എന്റെ ശവോടക്കായിരിക്കും, നോക്കിയോ.